മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് ഒരു BB ഹോട്ടലായി മാറിയിരിക്കുകയാണ്. ഗസ്റ്റ് ഇതുവരെ ആരും വന്നിട്ടില്ല, പക്ഷേ കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോ ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. BB ഹോട്ടലിലെ ജനറൽ മാനേജറായിട്ട് ലക്ഷ്മിയാണ്. അതുപോലെ തന്നെ BB ഹോട്ടലിന്റെ ഉടമയുടെ മകളാണ് നമ്മുടെ ആദില. അച്ഛന്റെ സ്വത്ത് മുഴുവൻ ദൂർത്തടിച്ചു കളയുന്ന ഒരു മകള് കൂടിയാണ് ആദില. ആദിലയുടെ സുഹൃത്താണ് ആര്യൻ. ആര്യനും ആദിലയെ പോലെ തന്നെ സ്വത്തൊക്കെ ദൂർത്തടിച്ച് കളയുന്ന ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അങ്ങനെ 16 കണ്ടസ്റ്റൻസിനും വ്യത്യസ്തതരമായ ക്യാരക്ടറുകൾ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനറൽ മാനേജർക്ക് ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. ആ സ്പേസിൽ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ ഇരിപ്പുണ്ട്. പെന്ന്, ബുക്ക്, ഫയൽസ്, ബെല്ലൊക്കെ ഇരിക്കുന്നു. ആദിലെ ആ സമയത്ത് ജനറൽ മാനേജറുടെ ടേബിളിൽ ഇരിക്കുന്ന ബെല്ലിൽ വെറുതെ കൊട്ടി കളിക്കുന്നു. ആ സമയത്ത് ജനറൽ മാനേജറായ ലക്ഷ്മി അങ്ങോട്ട് വരുന്നു. അപ്പോൾ ലക്ഷ്മി പറയുന്നത്, നീ ഇതിലൊന്നും തൊടരുത്, ഇത് എൻ്റെ പ്രോപ്പർട്ടിയാണ്. നിൻ്റെ അച്ഛൻ ഓണറാണ്, പക്ഷേ നീ ഇതുവരെ ഈ ഹോട്ടലിൻ്റെ ഓണറായിട്ടില്ല. അപ്പോൾ നിന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടിയിലും തൊടരുത് എന്ന് പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, എന്നെ മേഡം എന്ന് വിളിക്കണം, ഞാൻ ഈ ഹോട്ടലിൻ്റെ ഉടമയുടെ മകളാണ് എന്ന്. അതിന് ലക്ഷ്മി പറയുന്നത്, നിന്റെ അച്ഛനാണ് ഈ ഹോട്ടലിന്റെ ഉടമ. നീ ഒരു ദൂർത്തടിച്ച് കളയുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ നിന്നെ ഇതുവരെ ഈ ഹോട്ടലിന്റെ ഉടമയാക്കിയിട്ടില്ല. അതുകൊണ്ട് നിന്നെ വെറുതെ എനിക്ക് മേഡം എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നീ എനിക്ക് വെറും ഒരു പാരാസൈറ്റാണ്, ഒരു പുഴുവാണ്. അച്ഛൻ തരുന്ന പോക്കറ്റ് മണി വെച്ചല്ലേ നീ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ആദിലയോട് പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, ഞാൻ അച്ഛനോട് പറഞ്ഞ് സെക്യൂരിറ്റിയെ കൊണ്ട് AK-47 വെച്ച് നിന്നെ വെടിവെക്കുമെന്നാണ്. അതായത് നമ്മുടെ ജിസേലാണല്ലോ ഇത്തവണ BB ഹോട്ടലിൻ്റെ സെക്യൂരിറ്റി. ജിസേലിൻ്റെ നിക് നെയിമാണ് AK-47 എന്നുള്ളത്. അപ്പോൾ എന്തായാലും ലക്ഷ്മി പറയുന്നത്, നിന്റെ അച്ഛൻ സ്വത്തുക്കൾ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വരെ എനിക്കറിയാം. നീ ആദ്യം പോയി നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വാ, അച്ഛൻ പറയട്ടെ, എങ്കിൽ ഞാൻ സമ്മതിക്കാം നിന്നെ മേഡമെന്ന് വിളിക്കാൻ. അതുവരെ എന്തായാലും ഞാൻ നിന്റെ അച്ഛനെ മാത്രമേ അനുസരിക്കൂ എന്നാണ് നമ്മുടെ ലക്ഷ്മി ആദിലയോട് പറയുന്നത്. എന്തായാലും BB ഹോട്ടലിലെ എല്ലാവരും ഓരോ ക്യാരക്ടറായി മാറിയിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.